കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും തേൻമൊഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കുറേ കാലമായല്ലേ കണ്ടിട്ട്? അതെ, ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ശരി, നമുക്ക് ഒരു വിഷയം ചർച്ച ചെയ്യാം. ഇന്ന് നമ്മളെല്ലാവരും നിരന്തരമായിട്ട് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഓക്കെ, നമ്മളെല്ലാവരും പള്ളിയിൽ പോകാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഉപ്പാൻ്റെ കൂടെയോ ഉമ്മാൻ്റെ കൂടെയോ വെള്ളിയാഴ്ചകളിലോ അല്ലാത്ത ദിവസമൊക്കെ പള്ളിയിൽ പോകാറുണ്ട്. റമദാനിലൊക്കെ നമ്മൾ ഒരുപാട് സമയം പള്ളിയിൽ സ്പെൻഡ് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരത്തിലൊക്കെ. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ചില കുട്ടികളൊക്കെ കാണാൻ ഇങ്ങനെ പള്ളിയിൽ ഓടിക്കളിച്ച് നടക്കുന്നത്. നമസ്കാരം അവിടെ നടക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. നമസ്കാരം നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി ഓടിക്കളിച്ച് നടക്കും. അവർ പക്ഷേ ചെറിയ കുട്ടികളായിരിക്കും. നമുക്കത് ചീത്ത പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ചീത്ത പറയാൻ പറ്റില്ല, അടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് മുതിർന്ന കുട്ടികളല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടികൾ നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ മെല്ലെ നമ്മുടെ അടുത്തേക്ക് വിളിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മുതിർന്ന ആളുകൾ പറയുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ പറയുന്നത് അല്ലേ? ചിലപ്പോൾ നമ്മുടെ മുതിർന്ന ആളുകൾ, നമ്മുടെ ഉപ്പയോ ഉമ്മയോ ജ്യേഷ്ഠന്മാരോ ഒന്നും ചിലപ്പോൾ പറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ പള്ളിയിലേക്ക് വരാനൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട്, പിന്നീട് അവർക്ക് പിന്നെ ഒരു നീരസം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ അവരോട് ഈ കാര്യം അങ്ങനെ പറയാത്തത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തോടെ അവരെ വിളിച്ചിരുത്തിയിട്ട് പറയണം. ഒപ്പം നമ്മളും എന്ത് ചെയ്യണം? അങ്ങനെ പള്ളിയിൽ ഒച്ച ഉണ്ടാക്കുന്നില്ല, ശബ്ദം ഉണ്ടാക്കുന്നില്ല എന്ന കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ സംസാരിക്കാൻ പാടില്ല എന്നൊന്നും അല്ല കേട്ടോ. പക്ഷേ നമ്മൾ പള്ളിയിൽ നമസ്കാരത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രൂപത്തിൽ ഓടിക്കളിക്കുക, ശബ്ദം ഉണ്ടാക്കുക, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ മുതിർന്ന കുട്ടികളല്ലേ, നമുക്ക് ആ കാര്യത്തിലൊക്കെ നമുക്ക് അറിവുണ്ടല്ലോ അല്ലേ? നമ്മൾ നമസ്കരിക്കുകയാണ് വേണ്ടത്. പറ്റുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യാണ്? നമസ്കാരത്തിന് കൂടെ നിൽക്കുക വേണ്ടത്. ഇനി പറ്റുന്നില്ല, നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സൈഡിൽ ഇരിക്കാം. നമുക്കവിടെ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് ചെറിയ രൂപത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമസ്കാരത്തെ ബാധിക്കുന്ന രൂപത്തിൽ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി കളിക്കുന്നത് തീരെ ശരിയല്ല. അപ്പം അത് നമ്മളും ശ്രദ്ധിക്കണം. ഒപ്പം നമ്മുടെ താഴെയുള്ള അനിയന്മാരെയോ നമ്മുടെ കൊച്ചനിയന്മാരെയോ അനിയത്തിമാരെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂട്ടി നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. ഈ തേൻമൊഴി പറയുന്നത് അതാണ്. ഇതിൻ്റെ ഒരു ഡ്യൂട്ടി നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്, മുതിർന്ന ആളുകളല്ല. ശരി, ഇൻഷാ അല്ലാ. അപ്പോൾ അത് നല്ലൊരു മാറ്റം നമ്മുടെ പള്ളികളിലൊക്കെ ഉണ്ടാക്കും. ഇൻഷാ അല്ലാ, നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം.